യുഎഇയുടെ കപ്പൽ ഇറാൻ ആക്രമിച്ച റിപ്പോർട്ട് പുറത്തു വന്നു. ഇന്നത്തെ ദിവസമാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ഇതോടെ ഈ മേഖലയിൽ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് യുഎഇയുടെ കപ്പലിന് നേരെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായിരുന്നത്. അതിനൊരു പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഹോർമുസ് കടൽ ഈ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടും ഇറാൻ്റെ മുന്നറിയിപ്പുകൾ ലംഘിച്ചുകൊണ്ടും കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തങ്ങൾ ക്രൂസ് മിസൈലിൻ്റെ ആക്രമണം നടത്തിയത് എന്നുള്ള വിവരമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത്. അതായത് യുഎയുടെ കപ്പൽ എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ പെട്രോ കെമിക്കൽ കമ്പനിയായ അഡ്നോക്ക് കമ്പനിയുമായി ബന്ധമുള്ള കപ്പൽ യുഎയിൽ നിന്ന് ഹോർമുസ് കടൽ കടന്നുകൊണ്ട് അറേബ്യൻ കടലിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് 4 ക്രൂസ് മിസൈലുകൾ വന്ന് പതിച്ചത്. അതിൽ 3 തടഞ്ഞു എന്നും 1 കടലിൽ വീണു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്ത് വന്നത്. ഇത് 2 തരത്തിൽ ഇതിൻ്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ 4 ക്രൂസ് മിസൈൽ ഈ കപ്പൽ ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് വേറെ വിട്ടതാണ് എന്നുള്ളതും കപ്പലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് വിട്ടിരിക്കുന്ന മിസൈൽ കപ്പലിൽ തന്നെയാണ് പതിച്ചത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധസമാന സാഹചര്യങ്ങൾ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന സമയത്ത് ഇത്തരം ഒരു ഈ കപ്പൽ യാത്ര, വാണിജ്യ കപ്പലാണെങ്കിൽ പോലും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് കടക്കാനുള്ള ശ്രമം എന്തിനു നടത്തി എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. ചില മീഡിയക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഹോർമുസ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കടക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. അഥവാ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരിക? ഇറാൻ മൊത്തത്തിൽ ഇപ്പോൾ സൈനികപരമായ രീതിയിൽ വലിയ ബലക്ഷയമുണ്ട്, ആയുധത്തിന് വലിയ കുറവുണ്ട്, അവർ പറയുന്ന പോലെ പ്രവർത്തിക്കാനൊന്നും അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ തന്നെ തങ്ങളുടെ ഉദ്ദേശ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഇറാൻ്റെ മേലെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന താല്പര്യവും ആഗ്രഹവുമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത്. എന്നാൽ കടലിൻ്റെ അതിർത്തി ഭാഗങ്ങൾ വളരെ കൃത്യതയോടുകൂടി നിരീക്ഷിക്കുന്ന IRGC മുന്നറിയിപ്പ് നൽകുകയും നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അത് ആവശ്യപ്പെട്ടതിനെതിരെ അല്ലെങ്കിൽ ധിക്കരിച്ചു കൊണ്ട് മുന്നേറിയ സമയത്താണ് ആക്രമണം ഉണ്ടായത്. ആക്രമണം ഉണ്ടായതോടുകൂടി കപ്പൽ തിരിഞ്ഞു പോയി എന്ന് പറയുന്നു. എന്നാൽ കപ്പൽ സാരമായിരിക്കുന്ന പരിക്കേറ്റിരിക്കുന്നു, ആയതിനാൽ തന്നെ നീങ്ങാൻ പറ്റാത്ത പരിസ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഒരു സ്ഥിരീകരണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള റിപ്പോർട്ട് ഇനിയിപ്പോൾ നാളെ വരാനുള്ള സാധ്യതയുള്ളൂ. ഏതായിരുന്നാലും ഈ മേഖലയിൽ ഇപ്പോൾ സാധാരണഗതിയിൽ അമേരിക്ക ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് തിരിച്ചടിക്കുന്ന രീതിയാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ നേരെ തിരിച്ചിട്ട് ഇറാൻ അങ്ങോട്ട് തന്നെ ആക്രമിച്ചിരിക്കുന്നു. മൊത്തത്തിൽ യുഎഇയുമായിട്ട് ബന്ധം അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനുമായിട്ട് ബന്ധപ്പെട്ടതും ഇസ്രായേലിനോട് സഹകരണം തേടിയും സഹായം തേടിയും ഇറാന് തീരെ ഇഷ്ടമായിട്ടില്ല. ഇറാൻ അത് പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ശത്രുവിനെ മടിയിലിരുത്തിക്കൊണ്ട് ന്യായവാദങ്ങൾ പറയുന്ന നിലപാടിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ആദ്യം നിങ്ങൾ ശത്രുവിനെ പുറത്താക്കൂ, എന്നിട്ട് രാജ്യത്തെ സംരക്ഷിക്കൂ, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരിൽ നിന്ന് നിങ്ങൾ സഹായം തേടുകയും പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അവരുടെ സഹകരണം തേടുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നിങ്ങളുടെ ഭൂപ്രദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. കാര്യം അയൺ ഡോം എന്ന് പറയുന്ന ഈ പ്രതിരോധ സംവിധാനം ഇഷ്ടംപോലെ ഇസ്രായേലിൻ്റെ അകത്തുണ്ട്. തങ്ങളത് നിരന്തരം തകർത്തുകൊണ്ടാണ് അവരുടെ ഭൂമിയിലേക്ക് ആക്രമണം നടത്തുന്നത്. അങ്ങനത്തെ ഒരു പ്രതിരോധ സംവിധാനം യുഎയിൽ കൊണ്ടുവച്ചിട്ട് എന്താണ് കാര്യം? മാത്രവുമല്ല, ഇസ്രായേലിൽ സ്ഥാപിക്കപ്പെട്ട അതിന് സമാനമായിരിക്കുന്ന ഒറിജിനാലിറ്റി തന്നെ ഈ കാര്യത്തിനുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ അവരങ്ങനെ കൊടുക്കാറില്ല. അവരുടെ സാങ്കേതിക വിദ്യ ചോർന്നു പോകും എന്നതിനാൽ തന്നെ എല്ലാവിധ സാങ്കേതിക വിദ്യയുടെ സമ്മിശ്രമായിരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയോ ഇസ്രായേലോ ചരിത്രത്തിൽ ഇന്നുവരെ മറ്റു രാജ്യത്തിനും കൊടുത്തിട്ടില്ല. അത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. അത്തരം പ്രവൃത്തികൾ ചെയ്തിട്ട് അപ്പോൾ ഇതിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞു വരുന്നത്. അതിന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് തന്നെ സൗദി അറേബ്യയ്ക്ക് വേണ്ടി അമേരിക്ക 38ഓളം 5ാം തലമുറയിൽപ്പെട്ട F-35 യുദ്ധവിമാനം വിൽപ്പന നടത്തിയിരുന്നു. വിൽപ്പന നടത്തിയതിനെതിരെ ശക്തമായിരിക്കുന്ന പ്രതികരണമാണ്
ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ കൈവശത്തിൽ 35 അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളുണ്ട്, അതായത് F-35 ഉണ്ട്. അപ്പോൾ സൗദി അറേബ്യക്ക് 38 നൽകുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായി ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സുപ്രഭാതത്തിൽ സൗദി അറേബ്യ മാറും. അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്രായേലും അമേരിക്കയുമായിട്ട് ഉണ്ടാവുകയും ഈ കരാറിൽ നിന്ന് ചില ഇളവുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അഥവാ സാധാരണഗതിയിലുള്ള F-35 യുദ്ധവിമാനത്തിൻ്റെ ഈ നയതന്ത്രപരമായിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അഥവാ അവർ ക്രോഡീകരിക്കപ്പെട്ട ഈ സാധാരണഗതിയിൽ അവർ ക്രോഡീകരിക്കുകയും അവർ പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന F-35 അല്ല സൗദി അറേബ്യക്ക് നൽകിയത്, സാങ്കേതികപരമായിരിക്കുന്ന ചില അയച്ചുപണി നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അത് യഥാർത്ഥ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മാറുകയാണ് പിന്നെ ചെയ്യുക. സമാന സ്ഥിതി ആയിരിക്കാം ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന റിപ്പോർട്ട്. ഇസ്രായേൽ UAEക്ക് നൽകിയിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തിലും ഇത്തരം സാങ്കേതികപരമായിരിക്കുന്ന ചില ഈ ഇളക്കി മാറ്റലുകൾ അവർ നടത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. ഏതായിരുന്നാലും അബുദാബിയുടെ കപ്പലിന് നേരെ, അല്ലെങ്കിൽ അബുദാബിയുടെ പെട്രോ കെമിക്കൽ കമ്പനിയായ അഡ്നോക്കിൻ്റെ കപ്പലിന് നേരെ നടത്തിയിരിക്കുന്ന ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധസമാന സാഹചര്യങ്ങൾ മേഖലയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഇപ്പോൾ രാഷ്ട്രങ്ങൾ തന്നെ, രാഷ്ട്ര ഭരണാധികാരികൾ തന്നെ പരിശോധിച്ച് വരികയാണ്. കാര്യം ഇപ്പോഴത്തെ നിലവിൽ UAE സംബന്ധിച്ചിടത്തോളം അവരുടെ വിമാനങ്ങളൊക്കെ നിർത്തിവെച്ചതെല്ലാം പ്രവർത്തനക്ഷമമാണ്. വരാനും പോകാനും വിഷയങ്ങളില്ല. ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലെ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നമില്ലാത്തൊരു രീതിയിലേക്ക് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ദുരാവസ്ഥ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ തെറ്റ് ചെയ്തത് UAE തന്നെയാണ് എന്നുള്ളതാണ് ചില പക്ഷം പറയുന്നത്. കാര്യം പ്രതിസന്ധികരമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് വളരെ സ്വതന്ത്രമായ രീതിയിൽ ഈ കടൽ കടക്കാൻ വേണ്ടിയിട്ട് UAEയുടെ ഭാഗത്തുനിന്ന് ഈ അഡ്നോക്ക് കമ്പനി ശ്രമിക്കരുതായിരുന്നു എന്നുള്ളതാണ്. ഒരു കരാർ വ്യവസ്ഥയിലൂടെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സഹകരണ രീതിയിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റ് കാരണത്താൽ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത പോലും ഉണ്ട്. കാര്യം ആ വിഷയത്തിൽ വേണ്ടിയിട്ട് അമേരിക്ക ഇടപെടുകയും അമേരിക്ക ആക്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും തിരിച്ചടികൾ ഉണ്ടാകും. ആ തിരിച്ചടികളെ ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തൊരു പ്രയാസവും ബുദ്ധിമുട്ടും നിലവിൽ ഉണ്ടാവുമെന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സങ്കീർണമായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നുള്ളത്, ഒരു പ്രശ്ന പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യം തന്നെയാണ്.